ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പവിത്രം. എന്നാൽ പവിത്രം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പര ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് കുറച്ച് ദിവസം മുമ്പ് പവിത്രം സീരിയൽ ക്ലൈമാക്സിലേക്ക് എന്ന വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പവിത്രം സീരിയലിൻ്റെ ആരാധകരെല്ലാം ഞെട്ടലോടു കൂടിയായിരുന്നു ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങളും അതുപോലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായിരുന്നു ഈ ഒരു പരമ്പരയുടെ സവിശേഷത. അതുകൊണ്ട് തന്നെ ഒരു വർഷം മാത്രമേ ഈ പരമ്പര ആരംഭിച്ചിട്ടുള്ളൂ എങ്കിലും ലക്ഷക്കണക്കിന് ആരാധകർ ഈ ഒരു പരമ്പരയ്ക്കുണ്ടായിരുന്നത്. മറ്റു സീരിയലുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിനെ നായകനെയും നായികയെയും മാത്രമല്ല ആരാധകരെ നെഞ്ചിലേറ്റിയിരുന്നത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. റേറ്റിംഗിൽ ഒരുപാട് മുമ്പിലായിരുന്നിട്ടും ഈ ഒരു സീരിയൽ പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്നൊരു വാർത്തയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത ആരാധകരെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു. തികച്ചും വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ ഒരു സീരിയൽ ആയിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്നത് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ഇതിൻ്റെ ക്ലൈമാക്സ് ആരാധകരെ ഏറെ നിരാശരാക്കി എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തു വരികയാണ്. പവിത്രം സീരിയലിൻ്റെ 2ാം ഭാഗം വരും ദിവസങ്ങളിൽ ആരംഭിക്കും എന്നതായിരുന്നു ആ വാർത്ത. ഈ മെയ് മാസം 18-ാം തീയതി 2ാം ഭാഗം പുറത്തു വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. പവിത്രം സീസൺ 1-ൽ വിക്രം എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ശ്രീകാന്ത് ആയിരുന്നു. പുതുമുഖ നായകനായിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആരാധകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ശ്രീകാന്തിന് കഴിഞ്ഞു. അതുപോലെ വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് സുരഭി സന്തോഷായിരുന്നു. സിനിമാ നടിയായിട്ടും സുരഭിക്ക് ഈ ഒരു സീരിയലിലൂടെയാണ് ആരാധകരുടെ മനസ്സിൽ സിനിമയേക്കാൾ കൂടുതൽ ഇടം പിടിക്കാനായിട്ടുള്ളത്. മറ്റു പരമ്പരകളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഒരു പരമ്പരയിലെ നായകൻ വേദയും വിക്രവും. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു കോംബോ ഇത്രയധികം ഹിറ്റായിട്ടുള്ളത്. എന്നാൽ പ്രേക്ഷകർക്കൊട്ടും തന്നെ ത്രില്ലുണ്ടാക്കാത്ത രീതിയിലാണ് ഈ ഒരു പരമ്പരയുടെ ക്ലൈമാക്സ് കാണിച്ചുകൊണ്ട് ഈ ഒരു പരമ്പര അവസാനിപ്പിച്ചത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് ഈ ഒരു പരമ്പരയുടെ സീസൺ 1 അവസാനിച്ചിട്ടുള്ളത്. ഈ വരുന്ന മെയ് 18 ഇതിൻ്റെ സീസൺ 2 ആരംഭിക്കുന്നതാണ്. എന്നാൽ മെയ് 18-ന് ഈ ഒരു പരമ്പരയുടെ സീസൺ 2 ആരംഭിക്കുമെങ്കിലും ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം സീസൺ 1-ുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരിക്കുമോ സീസൺ 2 കടന്നു വരുന്നത്. സാന്ത്വനം സീരിയൽ 2ാം ഭാഗം പുറത്തിറങ്ങിയതുപോലെ ആയിരിക്കുമോ പവിത്രം സീരിയൽ 2ാം ഭാഗം പുറത്തിറങ്ങുക എന്നൊക്കെ ആരാധകർ ഇങ്ങനെ സംശയം ഉന്നയിക്കുന്നുമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരഭിയും ശ്രീകാന്തും മാത്രം മതി 2ാം ഭാഗത്ത് എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും കഥാപാത്രങ്ങളെ മാറ്റുന്നുണ്ടോ അതുപോലെ കഥ മാറ്റുന്നുണ്ടോ എന്നൊക്കെ തന്നെയാണ്. ഇതേ സമയം സുരഭിയുടെ സ്ഥാനത്ത് മറ്റു നായികയാണ് കടന്നു വരുന്നത് എന്ന വാർത്തയും ഒരുപാട് പുറത്തു വരുന്നുണ്ട്. എന്നാൽ സീസൺ 2-ൽ സുരഭിയുടെ സ്ഥാനത്ത് മറ്റൊരു നായികയാണ് കടന്നു വരുന്നത് എങ്കിൽ ആരാധകർ അത് എത്രത്തോളം ഏറ്റെടുക്കും എന്ന കാര്യത്തിലും സംശയമുണ്ട്. സാന്ത്വനം 2 കടന്നു വന്നതുപോലെ ആയിരിക്കുമോ പവിത്രം സീസൺ 2 കടന്നു വരുന്നത് എന്നൊരു ആശങ്കയും ആരാധകർക്കിടയിലുണ്ട്. സാന്ത്വനം 1-ൻ്റെ 1ാം ഭാഗത്തിൻ്റെ തുടർച്ചയായിരിക്കും സാന്ത്വനം 2 എന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. എന്നാൽ അതിനെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു സാന്ത്വനം 2 കടന്നു വന്നത്. അതുപോലെ ആയിരിക്കുമോ പവിത്രം സീസൺ 2 കടന്നു വരുന്നത് എന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട്. മറ്റു നായകന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ വേദയും വിക്രവും പഴയ വിക്രത്തെയും വേദയും തന്നെ മതി എന്നാണ് ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും നിരവധി പേരാണ് മെയ് 18-ന് ഈ ഒരു സീരിയൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരെ കൂടുതൽ നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് മെയ് 18 വരെ കാത്തിരിക്കാം.